കലുങ്ക് സൗഹൃദ സംവാദ വിവാദങ്ങളിൽ വീണ്ടും രൂക്ഷമായി പ്രതികരിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിപാടി വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു. ആനന്ദവല്ലി ചേച്ചി വന്ന് തന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇതിനിടെ ഇന്നും വിവിധയിടങ്ങളിൽ കലുങ്ക് സൗഹൃദ സംവാദം സംഘടിപ്പിച്ചു. അന്തിക്കാട് നിവേദനം നൽകാനെത്തിയ വയോധികനെ മടക്കി അയച്ചതിനു പിന്നാലെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപ തുക മടക്കി കിട്ടാൻ ഇടപെടൽ ആവശ്യപ്പെട്ട ആനന്ദവല്ലിയെ അപമാനിച്ചത് അടക്കമുള്ള സംഭവങ്ങൾ കലുങ്ക് സൗഹൃദ സംവാദത്തിന്റെ ലക്ഷ്യത്തെ തന്നെ മങ്ങലേൽപ്പിച്ചിരുന്നു. പിന്നാലെ ഇന്ന് മുല്ലശ്ശേരിയിൽ നടന്ന കലുങ്ക് സൗഹൃദ സംവാദത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. കരുതിക്കുട്ടി ചില ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി ഇതങ്ങ് വക്രീകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അത് സ്വാഗതാർഹമല്ല. പക്ഷെ അതിന്റെ തെറ്റും അപകടം എന്താണെന്ന് അവർ തന്നെ അനുഭവിച്ച് അറിഞ്ഞു. കരുവന്നൂരിൽ ഇഡി സ്വത്ത് കണ്ടുകെട്ടിയ കാര്യം നേരത്തെ പറഞ്ഞതാണ്. അത് ബാങ്ക് വഴി മാത്രമേ നൽകാൻ കഴിയൂ എന്നും സുരേഷ് ഗോപി. ഇഡി വ്യക്തമായി PMLA കോടതിയിൽ ഞങ്ങൾ 100 ചില്ലാനം കോടി സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇത് പക്ഷേ ബാങ്കിന് മാത്രമേ ഇത് വിൽക്കാനും ഇതിന്റെ പണം കൊണ്ടുവരാനും അത് ബാങ്കിന്റെ രജിസ്റ്ററിലുള്ള ഇവിടെ പൈസ തന്നിരിക്കുന്ന പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനും ബാങ്കിനെ സാധിക്കൂ. ഇന്നും നാളെയും തൃശൂരിലെ വിവിധയിടങ്ങളിൽ കലുങ്ക് സൗഹൃദ സംവാദം തുടരും. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.